Binomial theorem. This chapter പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിക്കാം. What is a plus b whole square? A plus b whole square is equal to a square plus 2ab plus b square. What is a plus b whole cube? A plus b whole cube is equal to a cube plus 3a square b plus 3ab square plus b cube. What is a plus b whole raised to 4? A plus b whole raised to 4 is equal to a raised to 4 minus 4a cube b plus 6a square b square minus 4ab cube plus b raised to 4. അങ്ങനെയാണ് പോണത്. അപ്പോൾ അതിലെ ഇത് മൈനസ് അല്ല പ്ലസ് കേട്ടോ, a minus b whole raised to 4 ആണെന്ന് വിചാരിച്ച ഇതാണ്. A plus b whole raised to 4 is equal to a raised to 4 plus 4a cube b plus 6a square b square plus 4ab cube plus b raised to 4. Okay. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ T1 അഥവാ ടേം 1, ഇതിനെ T2, അതിനെ T3, ഇതിനെ T4, ഇതിനെ T5 എന്ന് എഴുതി വെച്ചാൽ ഇതിൽ എത്ര ടേംസ് ഉണ്ട്? 5 ടേംസ് ഇല്ലേ? ഇതിലാണെങ്കിൽ എത്ര ടേംസ് ഉണ്ട്? 1, 2, 3, 4 ടേംസ് ആണുള്ളത്. ഇൻ ജനറൽ a plus b whole raised to n ൽ എത്ര ടേംസ് ഉണ്ട് അറിയോ? n plus 1 ടേംസ് ഉണ്ടാവും. ശരിയല്ലേ? a plus b whole raised to n ൽ മൊത്തം n plus 1 ടേംസ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, a plus b whole raised to n, ആ n ഉണ്ടല്ലോ, n ഈവൻ ആവാനും ഓഡ് ആവാനും ചാൻസ് ഉണ്ട്. ആ n ഈവൻ ആണ് എന്ന് വിചാരിക്ക്. n ഈവൻ ആണെങ്കിൽ അതിന്റെ മിഡിൽ ടേം ഉണ്ടാവുക t n/2 plus 1 ടേം ആയിരിക്കും അതിന്റെ മിഡിൽ ടേം. a plus b whole raised to n ൽ n ഈവൻ ആണെങ്കിൽ അതിന്റെ മിഡിൽ ടേം n/2 plus 1th ടേം ആയിരിക്കും. അതേപോലെ n ഓഡ് ആണെങ്കിൽ അതിന്റെ മിഡിൽ ടേം ഉണ്ടാവുക t n plus 1/2th ടേമും അതേപോലെ ആൻഡ് t n plus 3/2th ടേമും അഥവാ t n plus 1/2 plus 1 അഥവാ t n/3 പ്ലസ് t n plus 3/2th ടേം ആയിരിക്കും അതിന്റെ മിഡിൽ ടേം ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇനി വീണ്ടും a plus b whole raised to n ആണെങ്കിൽ എല്ലാ ടേമും പോസിറ്റീവ് ടേംസ് ആയിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ച് a minus b whole raised to n ആണെങ്കിൽ ആൾട്ടർനേറ്റീവ്ലി പ്ലസ് മൈനസ് അങ്ങനെ സിംബൽസ് ഉണ്ടാവും. നമുക്ക് a plus b whole raised to n ആണെങ്കിൽ എല്ലാ ടേമും പോസിറ്റീവ് ടേംസ് ആയിരിക്കും. നേരെ മറിച്ച് a minus b whole raised to n ആണെങ്കിൽ ആൾട്ടർനേറ്റീവ്ലി പ്ലസ് മൈനസ് ഈ സിംബൽ ഉണ്ടാവും. അതാണ് ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം. ഇനി ഇതിൽ നോക്കേണ്ട വേറൊരു കാര്യം, a plus b whole raised to n ആണെങ്കിൽ അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ r equal to 0 to n NCR a raised to n minus r b raised to r ആണ്. ഇതാണ് ഇതിന്റെ എക്സ്പാൻഷൻ. ഓക്കെ, a plus b whole raised to n എന്ന് പറഞ്ഞാൽ സിഗ്മ r equal to 0 to n NCR a raised to n minus r b raised to r. ഓക്കെ, അതുപോലെ a minus b whole raised to n ന്റെ എക്സ്പാൻഷൻ സിഗ്മ r equal to 0 to n minus 1 raised to r NCR a raised to n minus r b raised to r ആയിരിക്കും. ഇതിന്റെ a plus b whole raised to n ന്റെ ജനറൽ ടേം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. ജനറൽ ടേം, ഇതിന്റെ ഒരു ടേമിന്റെ കോമൺ ആയ ഫോർമാറ്റ്, അത് നമ്മൾ tr+1 എന്നാണ് സൂചിപ്പിക്കുക. tr+1 എന്ന് പറഞ്ഞാൽ NCR a raised to n minus r b raised to r. അതുപോലെ a minus b whole raised to n ന്റെ ഒരു ജനറൽ ടേം ആണെങ്കിൽ t r+1 equal to minus 1 raised to r NCR a raised to n minus r b raised to r ആയിരിക്കും. ഇതാണെങ്കിൽ അങ്ങനെ, ഇതാണെങ്കിൽ ഇങ്ങനെ. a plus b whole raised to n ൽ മൊത്തം n plus 1 ടേംസ് ഉണ്ടാവും.
എ പ്ലസ് ബി ഹോൾ റൈസ് ടു എന്നില് n ഈവൻ ആണെങ്കിൽ അതിന്റെ മിഡിൽ ടേം ഇങ്ങനെ ആയിരിക്കും, n ഓഡ് ആണെങ്കിൽ അതിന്റെ മിഡിൽ ടേം tn/2 പ്ലസ് 1 tn+1/2 ആൻഡ് tn+3/2 ആയിരിക്കും അതിന് മിഡിൽ ടേം ഉണ്ടാവുക. അതേപോലെ എ പ്ലസ് ബി ഹോൾ റൈസ് ടു എന്നിൽ എല്ലാം പോസിറ്റീവ് ടേംസ് ആയിരിക്കും. അതുപോലെ എ മൈനസ് ബി ഹോൾ റൈസ് ടു എന്നിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് മൈനസ് അങ്ങനെ സിമ്പിൾസ് ഉണ്ടാവും. ഇത്രയുമാണ് അവിടുന്ന് ചെക്ക് ചെയ്യാനുള്ളത്. നേരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇനി എക്സാം ചോദിക്കുകയാണ്, റൈറ്റ് ദി ഒരു നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് പാസ്കൽ ട്രയാങ്കിൾ. പാസ്കൽ ട്രയാങ്കിൾ കഴിഞ്ഞ ചാപ്റ്റർ ഒന്ന് പഠിച്ചു. പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 1 1 1 1 2 1. ഇനി ഇവിടെ 1 എഴുതുക, ഇവിടെ 1 എഴുതുക, 1ഉം 2ഉം കൂടി 3 എഴുതുക, 2ഉം 1ഉം കൂടി 3 എഴുതുക. വീണ്ടും ഇവിടെ 1 എഴുതുക, ഇവിടെ 1 എഴുതുക, 1ഉം 3ഉം കൂട്ടിയിട്ട് 4 എഴുതുക, 3ഉം 3ഉം കൂടി 6 എഴുതുക, 3ഉം 1ഉം കൂട്ടി 4 എഴുതുക. ഇനി വീണ്ടും 1 എഴുതുക, 1ഉം 4ഉം കൂട്ടിയാൽ 5, 4ഉം 6ഉം കൂട്ടിയാൽ 10, 6ഉം 4ഉം 10, 4ഉം 1ഉം 5. 1 6 15 20 15 6 1. ഒരു എ പ്ലസ് ബി ഹോൾ റൈസ് ടു 6 വരെയാണ് ചോദിക്കണമെങ്കിൽ പാസ്കൽ ട്രയാങ്കിൾ ഉപയോഗിച്ച് മതി നിങ്ങൾ ചെയ്യാം. എ പ്ലസ് ബി ഹോൾ റൈസ് 6 വരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ പാസ്കൽ ട്രയാങ്കിൾ ഉപയോഗിച്ചാൽ മതി. എ പ്ലസ് ബി ഹോൾ റൈസ് 6 എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൺസെപ്റ്റ് എന്താ പറയുക? എ പ്ലസ് ബി ഹോൾ റൈസ് 6 എന്ന് പറഞ്ഞാൽ ഇതാണ് 6ന്റെ രണ്ടാമത്തെ എലമെന്റ്. ഇത് എ പ്ലസ് ബി ഹോൾ റൈസ് ടു 0ന്റെ, ഇത് എ പ്ലസ് ബി ഹോൾ റൈസ് ടു 1ന്റെ, ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ, ഇത് എ പ്ലസ് ബി ഹോൾ ക്യൂബിന്റെ, ഇത് എ പ്ലസ് ബി ഹോൾ റൈസ് ടു 4ന്റെ, ഇത് എ പ്ലസ് ബി ഹോൾ റൈസ് ടു 5ന്റെ, ഇത് എ പ്ലസ് ബി ഹോൾ റൈസ് ടു 6ന്റെ. എ പ്ലസ് ബി ഹോൾ റൈസ് 6 ആണ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ എ റൈസ് ടു 6 എന്ന് സ്റ്റാർട്ട് ചെയ്യും. 1 into a raised to 6. ഓക്കെ, പ്ലസ് 6 into a കുറയും b കൂടും, a raised to 5 ആവും, അപ്പൊ ഒന്ന് b കൂടും. ആദ്യം എഴുതാം. നമ്മൾ ചെയ്യേണ്ടത് a raised to 6. ഇനി a കുറയും, അപ്പൊ a raised to 5 ആയി, b ഒന്ന് കൂടും. ഇവിടെ b ഉണ്ടാകുന്നില്ല, b ഒന്ന് കൂടും. ഇനി വീണ്ടും a കുറയും, അപ്പോഴും b കൂടും. വീണ്ടും a കുറഞ്ഞു, അപ്പൊ b കൂടി. വീണ്ടും a കുറഞ്ഞു, അപ്പൊ b കൂടി. വീണ്ടും a കുറഞ്ഞു, അപ്പൊ b കൂടി. വീണ്ടും a കുറഞ്ഞു, b കൂടി. ഇനി കോഎഫിഷ്യന്റ് 1 ഇവിടെ ചേർത്ത് വെച്ചു, ഇവിടെ 6 ചേർത്തു, ഇവിടെ 15 ചേർത്തു, ഇവിടെ 20 ചേർത്തു, ഇവിടെ വീണ്ടും 15 ചേർത്തു, ഇവിടെ 6 ചേർത്തു, ഇവിടെ 1 ചേർത്തു. അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ടല്ല, എല്ലാ ഭാഗത്തും പ്ലസ് ഇട്ട് വെച്ചു. ഓക്കെ, ഈ ചോദ്യം ഇവിടെ എ മൈനസ് ബി, ഇവിടെ എ മൈനസ് ബി ഹോൾ റൈസ് 6 ആയിരുന്നെങ്കിലോ ഇവിടെ പ്ലസ് ഇങ്ങനായി മാറും. എ റൈസ് ടു 6 മൈനസ് 6 എ റൈസ് ടു 5b പ്ലസ് 15 എ റൈസ് ടു 4b സ്ക്വയർ മൈനസ് 20 എ ക്യൂബ് ബി ക്യൂബ് പ്ലസ് 15 എ സ്ക്വയർ ബി റൈസ് ടു 4 മൈനസ് 6 എ ബി റൈസ് ടു 5 പ്ലസ് ബി റൈസ് ടു 6 ആയി മാറിയിട്ടുണ്ടാവും. ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും ആയി മാറിയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളോട് എ പ്ലസ് ബി ഹോൾ റൈസ് ടു 4 എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? എ പ്ലസ് ബി ഹോൾ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ ഇതാണ് റോ. എ പ്ലസ് ബി ഹോൾ റൈസ് ടു 4 ആകുമ്പോൾ എ റൈസ് ടു 4 സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഏതാണോ പവർ എങ്കിൽ ആ പവർ സ്റ്റാർട്ട് ചെയ്യും. എ റൈസ് ടു 4, നെക്സ്റ്റ് എ റൈസ് ടു 3 ബി, ഒന്ന് എ എന്ന് കുറഞ്ഞു ബി കൂടി, എ വീണ്ടും കുറഞ്ഞു ബി രണ്ടെണ്ണം കൂടി, എ വീണ്ടും കുറഞ്ഞു ബി കൂടി, എ നല്ല കുറഞ്ഞു ബി നല്ല കൂടി. ഓക്കെ, ഇനി ഇവിടെ കോഎഫിഷ്യന്റ് 1 ചേർത്തു, ഇവിടെ 4 ചേർത്തു, ഇവിടെ 6 ചേർത്തു, ഇവിടെ 4 ചേർത്തു, ഇവിടെ 1 ചേർത്തു, ഇവിടെ അങ്ങനെ പ്ലസ് ഇട്ട് വെച്ചു. ഓക്കെ, ഇതാണ് എ പ്ലസ് ബി ഹോൾ റൈസ് ടു 4. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, എ പ്ലസ് ബി ഹോൾ റൈസ് ടു 4ഉം അതേപോലെ എ മൈനസ് ബി ഹോൾ റൈസ് ടു 4ഉം വെരി 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 ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അത് രണ്ടും നമുക്ക് എഴുതി വെക്കാം. What is a plus b whole raised to 4? A plus b whole raised to 4 is equal to ആ പാസ്കൽ ട്രയാങ്കിൾ ഉണ്ട് കേട്ടോ. 1 1 1 1 2 1 1 3 3 1 1 4 6 4 1. Okay, a plus b whole a raised to 4 plus 4 a cube b plus 6
a square b square minus plus 4ab cube plus b raised to 4. This is a plus b whole raised to 4. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും a minus b whole raised to 4? a raised to 4 minus 4ab cube 4a cube b plus 6a square b square minus 4ab cube plus b raised to 4. നമ്മൾ നോക്കി എന്താ ചെയ്ത് ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും ഇട്ട് വെച്ചു. a plus b whole raised to 4 ന്ന് a minus b whole raised to 4 ആയപ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും മാറ്റി ഇട്ട് വെച്ചു. ആ ഒരു വ്യത്യാസം മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ ഈ a plus b whole raised to 4 ഉം a minus b whole raised to 4 ഉം വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എങ്കിലും ഇനി അടുത്ത് ഒന്ന് പ്രീവിയസ് പോവാം. അപ്പൊ നിങ്ങളോട് ഇപ്പോ a plus b whole raised to 6 ആണ് ചോദിക്കണമെങ്കിൽ നിങ്ങൾ പാസ്കൽ ട്രയാങ്കിൾ ചെയ്യും. a plus b whole raised to 4 ആണ് ചോദിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ പാസ്കൽ ട്രയാങ്കിൾ ചെയ്യും. a plus b whole cube ആണ് ചോദിക്കണമെങ്കിൽ എന്താ a plus b whole cube? a plus b whole cube കാണാൻ ചോദിച്ചാൽ നിങ്ങൾ ഈ പാസ്കൽ ട്രയാങ്കിളിന്റെ ഈ കോളത്തിൽ ചെയ്യും. a plus b whole cube is equal to a cube plus 3a square b plus 3ab square plus b cube ചെയ്യും. നേരെ മറിച്ച് നിങ്ങളോട് a plus b whole raised to 10 ചോദിച്ചു വിചാരിക്കും. a plus b whole raised to 10 ചോദിക്കണമെങ്കിൽ a plus b whole raised to 6 വരെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാസ്കൽ ട്രയാങ്കിൾ അപ്ലൈ ചെയ്യാം. നേരെ മറിച്ച് a plus b whole raised to 10 ആണെങ്കിൽ നിങ്ങൾ ഈ പാസ്കൽ ട്രയാങ്കിൾ ഉപയോഗിക്കാതിരിക്കലാണ് ഏറ്റവും ബെസ്റ്റ്. a plus b whole raised to 10 നിങ്ങൾ എങ്ങനെ ചെയ്യും? പ്രത്യേകം ശ്രദ്ധിക്കണം. a plus b whole raised to 4 ഉം a minus b whole raised to 4 ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് a plus b whole raised to നമുക്കൊരു 8 എടുക്കാം. a plus b whole raised to 8 is equal to a raised to 8 ഒരു തലക്കം തന്നെ എഴുതാം. a plus b whole raised to 8 is equal to 8c0 a raised to 8 minus 0 b raised to 0 plus 8c1 a raised to 8 minus 1 b raised to 1 plus 8c2 a raised to 8 minus 2 b square. അത് ഒന്ന് ഓവർ ആയില്ലേ, ഒരു ഇത്ര സ്പേസിൽ ഉൾക്കൊള്ളൂല. നമുക്ക് ചെറുതെടുക്കാം. നമുക്ക് a plus b whole raised to 4 ചെയ്ത് നോക്കാം. a plus b whole raised to 4 പാസ്കൽ ട്രയാങ്കിൾ ആണ് ചെയ്യേണ്ടത് എങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. a plus b whole raised to 4 equal to 4c0 a raised to 4 minus 0 b raised to 0 4c1 a raised to 4 minus 1 b raised to 1 4c2 a raised to 4 minus 2 b square 4c3 a raised to 4 minus 3 b cube 4c4 a raised to 4 minus 4 b raised to 4. ഓക്കെ, ഒന്ന് നോക്ക്. അതുകൊണ്ടാണ് ഒരുപാട് മുമ്പ് പറഞ്ഞില്ലേ a plus b whole raised to 4 അല്ലെങ്കിൽ a plus b whole raised to 4 ആണെങ്കിൽ എക്സ്പാൻഷൻ എന്താ നോക്ക്. സിഗ്മ r equal to 0 to 4 NCR a raised to n minus r b raised to r ഫോർമാറ്റ് ആണ്. ഇതാ r equal to 0 ആകുമ്പോൾ NC0 a raised to n minus 0 b raised to 0 r 1 ആകുമ്പോഴോ NC1 a raised to n minus 1 a raised to 4 minus 1 b raised to 1. ഈ ടേം r 2 ആകുമ്പോഴോ 4c2 a raised to ഇത് 4 ആണ് കേട്ടോ. 4c2 a raised to 4 minus 2 b raised to. അതുകൊണ്ടാണ് ഇത് നമുക്ക് t നോട്ട് എന്ന് വിളിക്കാം. ഇത് t നോട്ട് അല്ല, t1 ഫസ്റ്റ് ടേം, t2 t3 t4 t5. ഓക്കെ, t1 എന്ന് പറഞ്ഞാൽ t0 plus 1, t2 എന്ന് പറഞ്ഞാൽ t1 plus 1, t3 എന്ന് പറഞ്ഞാൽ t2 plus 1, t4 എന്ന് പറഞ്ഞാൽ t3 plus 1, t5 എന്ന് പറഞ്ഞാൽ t4 plus 1. അങ്ങനെയാണ് എപ്പോഴും അങ്ങനെ ഒരു tr plus 1 ഫോർമാറ്റിലാണ് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് t3? t3 എന്ന് പറഞ്ഞാൽ t2 plus 1 അല്ലേ? ഇത് നോക്ക്, നേരെ നോക്ക്, t2 plus 1 അല്ലേ? അഥവാ 4c2 a raised to 4 minus 2 b raised to. ഈ 2 ക്കാണ് പ്രസക്തി. ഇതെല്ലാം ചേർത്തിട്ടാണ് ഏറ്റവും ഫസ്റ്റ് ഞാൻ പറഞ്ഞത് tr plus 1 എന്ന് പറഞ്ഞാൽ NCR a raised to n minus r b raised to r ആണ്. ഓക്കെ, അതുപോലെ
that is equal to my force is 0 1 a raised to 4 b raised to 0 1 a raised to 4 plus 4c1 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 ആൻസർ കിട്ടും 4 a cube b 4c2 എന്ന് പറയുമ്പോൾ 6 ആണ് ആൻസർ കിട്ടുക a raised to 2 b square 4c3 പറയുമ്പോൾ 4 ആൻസർ കിട്ടുക 4 ab cube plus b raised to 4 നോക്കൂ ഇങ്ങനെയാണ് സാധാരണ നിങ്ങൾ ഒരു a plus b whole raised to 4 ഉം a plus b whole raised to 10 ഒക്കെ തന്നാൽ ഇങ്ങനെയാണ് കോമൺ ആക്കി നിങ്ങൾ എഴുതി വെക്കുന്നത് ഓക്കെ ഇപ്പൊ a plus b whole raised to 10 ആണെങ്കിലോ 10c0 a raised to 10 minus 0 ഫസ്റ്റ് ടൈം ആണെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമോ വെറും a raised to 4 മാത്രം എഴുതിയാൽ മതി കാരണം ഈ b raised 0 1 ആണ് 4c0 1 ആണ് അപ്പൊ അത്ര എഴുതി വെച്ചാൽ മതി അത് നിങ്ങൾ സൗകര്യം പോലെ നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ ക്വസ്റ്റ്യൻ കൺസിഡർ 2x plus 3y whole raised to 10 consider 2x plus 3y whole raised to 10 first problem how many terms are there ഇത് എത്ര ടേംസ് ഉണ്ടാവും രണ്ടാമത്തെ find general മൂന്നാം ചോദ്യം find t7 അഥവാ ഏഴാമത്തെ ടേം നെക്സ്റ്റ് പ്രോബ്ലം ഫൈൻഡ് മിഡിൽ ടേം ലാസ്റ്റ് പ്രോബ്ലം ഫൈൻഡ് കോഎഫിഷ്യന്റ് ഓഫ് x raised to 6 y raised to 4 ഇത്രയും ചോദ്യങ്ങൾ ചെയ്തു നോക്കാം അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഹൗ മെനി ടേംസ് ആർ ദർ അപ്പോൾ ആദ്യം എഴുതി വെക്കണം n ഈക്വൽ 10 അല്ലേ അങ്ങനെ ആകുമ്പോൾ എന്റെ ഉത്തരം എന്താ അറിയോ therefore n plus 1 ടേംസ് ഉണ്ടാവും n plus 1 ടേംസ് എന്ന് പറയുമ്പോൾ 10 plus 1 ഈക്വൽ ടു 11 ടേംസ് ഉണ്ടാവും ഇത് ടോട്ടൽ രണ്ടാമത്തെ ഫൈൻഡ് ജനറൽ ടേം അല്ലേ എന്താ ജനറൽ ടേം എന്ന് പറഞ്ഞാൽ t r plus 1 എന്ന് പറയുമ്പോൾ ഇതാണ് ഇക്വേഷൻ ഇവിടെ a മൈനസ് പ്ലസ് ആണ് മൈനസ് അല്ല ncr a raised to n minus r b raised to r equal to 10 എന്ന് പറഞ്ഞാൽ 10 cr what is a എന്ന് പറഞ്ഞാൽ 2x raised to 10 minus r ആരാ b എന്ന് പറഞ്ഞാൽ 3y raised to r that is equal to 10 cr 2 raised to 10 minus r into x raised to 10 minus r 3 raised to r into y raised to r ഈ കോൺസ്റ്റന്റ്സ് മൊത്തം ആദ്യം എഴുതാം 2 raised to 10 minus r into 3 raised to r into 10 cr into x raised to 10 minus r into y raised to r ഓക്കെ ഇതാണ് നമ്മളെ tr plus 1 എന്ന് പറഞ്ഞ ആള് ഇതാണ് നമ്മളെ tr plus 1 അങ്ങനെയാണെങ്കിൽ അതിൽ ഫസ്റ്റ് ഫൈൻഡ് ജനറൽ ടേം കണ്ടു ഇനി ഫൈൻഡ് t7 കാണണം കണ്ടേ എന്താണ് t7 എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ പോകുന്ന തേർഡ് ചോദ്യം കേട്ടോ t7 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതി വെച്ചാൽ പോരാ t6 plus 1 എന്ന് എഴുതണം t6 plus 1 equal to അപ്പോൾ ഇവിടെ r എത്രയാ അപ്പോൾ മനസ്സിലാക്കാൻ tr plus 1 ഇതാണ് ഇക്വേഷൻ അപ്പോൾ t6 plus 1 ആകുമ്പോൾ ഇവിടുത്തെ r എന്ന് പറയുമ്പോൾ 6 അല്ലേ അപ്പോൾ അതേപോലെ ശ്രദ്ധിച്ച് എഴുതുക 2 raised to 10 minus 6 into 3 raised to 6 10c6 x raised to 10 minus 6 into y raised to 6 equal to 2 raised to 4 into 3 raised to 6 into 10c6 into x raised to 4 into y raised to 6 അപ്പോൾ മൂന്നാമത്തിന്റെ ആൻസർ കിട്ടി ഇനി നാലാമത്തെ ആൻസർ ഫൈൻഡ് ദി മിഡിൽ ടേം എന്ന് പറയുമ്പോൾ ഇവിടെ n is equal 10 അല്ലേ അത് ഈവൻ അല്ലേ ഈവൻ ആണെങ്കിൽ മിഡിൽ ടേം നമുക്കറിയാം tn/2 plus 1th ടേം അല്ലേ എന്താ tn/2 plus 1 t n എന്ന് പറയുമ്പോൾ 5 അപ്പോൾ n എന്ന് പറയുമ്പോൾ 10/2 5 t6 അല്ലേ ഉദ്ദേശിക്കുന്നത് t6 എന്ന് എഴുതാൻ പറ്റൂല എന്ത് എഴുതണം t5 plus 1 തന്നെ എഴുതണ്ടേ എന്താണ് t5 plus 1 t5 plus 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം tr plus 1 ആവുമ്പോൾ അതാണ് ഇക്വേഷൻ അപ്പോൾ t5 plus 1 എന്ന് പറയുമ്പോൾ 2 raised to 10 minus 5 3 raised to 5
10c5 x raised to 10 minus 5 into y raised to 5 equal to 2 raised to 5 into 3 raised to 5 into 10c5 x raised to 5 y raised to 5. This is the middle term. Okay, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നെക്സ്റ്റ് പ്രോബ്ലം എന്തായിരുന്നു? കോഎഫിഷ്യന്റ് ഓഫ് x raised to 6 y raised to 4. അപ്പൊ ഇവിടെ എന്ത് വരണം? x raised to 6 y raised to 4 വരണം. എവിടെ? ഇവിടെ x raised to 6 y raised to 4 വരണം. x raised to 6 അതാണ് find the coefficient of x raised to 6 y raised to 4. ആ x raised to 6 വരണം, y raised to 4 വരണം. അപ്പൊ r എന്തായാൽ മതി? 4 ആയ പോലെ. അപ്പൊ നിങ്ങൾ എന്ത് വേണമെന്ന് അറിയോ? put r equal to 4. put r equal to 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. put r equal to 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? t r plus 1. അപ്പൊ t 4 plus 1 equal to നമ്മൾ ഇക്വേഷൻ കേട്ടോ, tr plus 1 2 raised to 10 minus r 3 raised to r equation. അപ്പോൾ t4 plus 1 is equal to നമുക്ക് കിട്ടുക 10c4 2 raised to 10 minus 4 into 3 raised to 4 x raised to 10 minus 4 into y raised to 4. നോക്കൂ, ഇതാ ജനറൽ ടേം. tr plus 1 ഇത് അവിടെ ഉണ്ട്. 2 raised to 10 minus 4 3 raised to 4 10c4 x raised to 10 minus 4 y raised to 4 അങ്ങനെ ആയി മാറി. അത് ചെറിയൊരു കാര്യം. ഓക്കെ, എല്ലാം കറക്റ്റ് ആണ്. ഈക്വൽ ടു ഇത് ശരിക്കും ഇവിടെ എഴുതേണ്ടത് ഇത് മാത്രം, ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 raised to 6 3 raised to 6 10c4 സോറി 2 raised to 6 3 raised to 4 10c4 x raised to 6 y raised to 4. ഇത് അങ്ങനെ കിട്ടി. Therefore the coefficient is 2 raised to 6 3 raised to 4 10c4. നമുക്ക് ഈ മൂന്ന് ചോദ്യം ചെയ്ത മെത്തേഡ് ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. ചോദ്യം ഇങ്ങനെ ഉണ്ടായിരുന്നു, കൺസിഡർ 2x plus 3y whole raised to 10. How many terms are there? ഒരു സംശയമില്ല, n equal 10 ആണ്. Find the general term. ജനറൽ ടേം ചോദിച്ചപ്പോൾ tr plus 1 കണ്ടെത്തി. ഇനി ഫൈൻഡ് ദി t7. t7 എന്ന് പറയുമ്പോൾ 6 plus 1 t7. അപ്പോൾ r 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടി. ഫൈൻഡ് ദി മിഡിൽ ടേം. അപ്പോൾ n 10 ആയി. ഇനി 10 ആകുമ്പോൾ n/2 plus 1 അത് t6 t5 plus 1 എഴുതി. ആറിന്റെ സ്ഥാനത്ത് ഇവിടെ ആറിന്റെ സ്ഥാനത്ത് 5 വെച്ച് കൊടുക്കുമ്പോൾ ആൻസർ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഫൈൻഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് x raised to 6 y raised to 4 ആണ്. x raised to 6 y raised to 4 വരണം. അപ്പൊ ആറിന്റെ സ്ഥാനത്ത് 4 വെച്ചാൽ ശരിയാവും. ആ put r equal to 4 കൊടുത്തു. അപ്പൊ ആറിന്റെ സ്ഥാനത്ത് 4 വെച്ചു. t4 plus 1 equal to ഇവിടെ ആൻസർ കിട്ടി. Therefore coefficient is 2 raised to 6 3 raised to 4 into 10c4. ഇനി മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. Next problem. Find a plus b whole raised to 4 minus a minus b whole raised to 4. Hence evaluate root 3 plus root 2 whole raised to 4 minus root 3 minus root 2 whole raised to 4. ചോദ്യം നോക്ക്. Find a plus b whole raised to 4 minus a minus b whole raised to 4. Hence evaluate root 3 plus root 2 whole raised to 4 minus root 3 minus root 2 whole raised to 4. ഇങ്ങനെ ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് a plus b whole raised to 4ന്റെ എക്സ്പാൻഷൻ എഴുതി വെക്കലാണ്. What is a plus b whole raised to 4? a raised to 4 നമുക്കറിയാം പാസ്കൽ ട്രയാങ്കിൾ 1 1 1 2 1 1 3 3 1 1 4 6 4 1. a raised to 4 plus 4a cube b plus 6a square b square plus 4ab cube plus b raised to 4. അങ്ങനെ ആകുമ്പോൾ എന്താണ് a minus b whole raised to 4? ഒപ്പം തന്നെ അവിടെ എഴുതി വെക്കുക a raised to 4 minus 4a cube b plus 6a square b square minus 4ab cube minus b raised to 4. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഇനി
ഇവിടെ ചോദിച്ചാൽ എന്താ a plus b whole raised to 4 minus a minus b whole raised to 4. ഇവിടെ സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ a plus b whole raised to 4 minus a minus b whole raised to 4 is equal to വെട്ടിപ്പോയി, ഇത് വെട്ടിപ്പോയി, ഇത് വെട്ടിപ്പോയി. ബാക്കി ഉണ്ടാവുക 4a cube b minus 4a cube b minus 4a cube b, that is equal to 8a cube b. 4ab cube minus 4a cube, that is equal to 8ab cube. ഇപ്പോൾ നമുക്ക് 8ab കോമൺ ആയിട്ട് പുറത്തെടുത്താൽ ബാക്കി ആരുണ്ടാവുക? ഇവിടെ 8a പുറത്തെടുത്ത് ബാക്കി ഒരു a സ്ക്വയർ ഉണ്ടാവും, ഇവിടെ ഒരു b സ്ക്വയർ ഉണ്ടാവും. ഇതാണ് a plus b whole raised to 4 minus a minus b whole raised to 4 ന്റെ ആൻസർ. അപ്പോൾ ഇനി hence evaluate root 3 plus root 2 whole raised to 4 minus root 3 minus root 2 whole raised to 4 ആയതുകൊണ്ട് ഇതെങ്ങനെ മാറും? 8 into root 3 into root 2 plus root 3 whole square plus root 2 whole square equal to 8 into root 6 into root 3 whole square എന്ന് പറയുമ്പോൾ 3, root 2 whole square എന്ന് പറയുമ്പോൾ 2, that is equal to 8 into root 6 into 5, that is equal to 40 root 6. This is the final and required answer. Okay. നോക്കൂ, find a plus b whole raised to 4 minus a minus b whole raised to 4. Hence evaluate this problem. അപ്പോൾ അങ്ങനെ വന്നാൽ ആദ്യം പാസ്കൽ ട്രയാങ്കിൾ ഉപയോഗിച്ച് a plus b whole raised to 4 ഉം a minus b whole raised to 4 ഉം കണ്ടെത്തണം. അതിനെ സബ്ട്രാക്ട് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് പ്രോബ്ലം. Consider x square plus xy whole raised to 12. X square plus xy whole raised to 12. This is first problem. How many terms are there? Second problem. Find the general term. Third ചോദ്യം. Find the middle term. Fourth problem. Find T3. Fifth problem. Find the coefficient of x raised to 6y cube. Find the coefficient of ഇല്ല, അത്ര മതി. ഈ ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ ചെയ്യും? How many terms are there? 13 terms ഉണ്ടാവും. കാരണം ഇവിടെ n എന്ന് പറഞ്ഞാൽ 12 ആണ്. Therefore 12 plus 1 equal to 13 terms ഉണ്ടാവും. Next one, find the general term. അപ്പോൾ tr plus 1 ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. tr plus 1 is equal to ncr a raised to n minus r b raised to r ആണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ 12. Therefore 12cr a means x square raised to 12 minus r into b എന്ന് പറഞ്ഞാൽ xy raised to r. അത് വൃത്തിയാക്കി എഴുതുമ്പോൾ that is equal to 12cr x raised to a raised to m whole raised to n, a raised to mn into x raised to r into y raised to r equal to 12cr x raised to 2 into 12 24 minus 2r into x raised to r into y raised to r. Okay. ഇനി നെക്സ്റ്റ്, that is equal to 12cr x raised to a raised to m into a raised to n, a raised to m plus n 24 minus 2r plus r into y raised to r. ഇത് രണ്ടും കൂടി ചേർത്ത് എഴുതി. That is equal to 12cr x raised to 24 minus 3r into y raised to r. ഇതാണ് നമ്മളെ tr plus 1. ഇനി അവർ ചോദിക്കണം എന്താ? ഫൈൻഡ് ദി ജനറൽ ടേം കണ്ടു. നെക്സ്റ്റ് ഫൈൻഡ് ദി മിഡിൽ ടേം എന്താണ്? ഇവിടെ a plus b whole raised 12 അല്ലേ? a plus b whole raised 12 ആണെങ്കിൽ ഇവിടെ n എന്ന് പറഞ്ഞാൽ 12 അല്ലേ? അതൊരു ഈവൻ നമ്പർ അല്ലേ? ഈവൻ നമ്പർ ആണെങ്കിൽ മിഡിൽ ടേം എന്താ ഉണ്ടാവുക? മിഡിൽ ടേം is equal to tn/2 plus 1 അല്ലേ? that is equal to t12/2 6 plus 1 7. അതിനെങ്ങനെ മാറ്റി എഴുതണം? t6 plus 1 എന്ന് എഴുതിക്കൊള്ളണം. that is equal to t6 plus 1 tr plus 1 എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പൊ t6 plus 1 ആവുമ്പോഴോ 12c6 x raised to 24 minus 3 into 6 into y raised to 6. that is equal to 12c6 x raised to 6 y raised to 6. ഇതാണ്
അതിന്റെ മിഡിൽ ടേം ഉണ്ടാവുക. 12c6 x raised to 6 y raised to 6. ഓക്കെ, n പകരം ആർക്ക് പകരം 6 കൊടുക്കുമ്പോൾ ഇങ്ങനെയായി മാറും. ഇനി അതിന്റെ T3 കാണാൻ ചോദിച്ചാൽ T3 കാണാൻ പറയുമ്പോൾ ഇവിടെ r പകരം എന്ത് കൊടുക്കേണ്ടി വരും? T2 plus 1. അപ്പോൾ r പകരം 2 വെക്കുമ്പോൾ that is equal to 12c2 x raised to 24 minus 3 into 2 into y square equal to 12c2 x raised to 18 y raised to 2. ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇതേ ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഫൈൻഡ് ഈ ഒരു പ്രോബ്ലം എങ്ങനെയും കൂടി ഉണ്ടായിരുന്നു വെക്ക്. ഫൈൻഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് x raised to 12 y raised to 4. ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് x raised to 12 y raised to 4 എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ x raised to 12 ഇവിടെ 12 ആവണം, ഇവിടെ 4 ആവണം. അപ്പോൾ r 4 ആയി നോക്ക്. r 4 ആവുമ്പോൾ സംഭവിക്കുക എന്താ? 24 minus 3 into 4 12. 24 minus 12 കറക്റ്റാ, ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ r ന് 4 എന്ന് കൊടുക്കുക. അപ്പൊ t4 plus 1 എന്തായിരിക്കും വരിക? t4 plus 1 equal to 12c4 x raised to 24 minus 3 into 4 into y raised to 4. That is equal to 12c4 x raised to 12 into y raised to 4. Therefore, the coefficient of x raised to 12 y raised to 4 is equal to 12c4. Okay. ഇനി ഇതേ ചോദ്യത്തിൽ ഇങ്ങനെയും കൂടി ഉണ്ടായിരുന്നെങ്കിലോ? ഫൈൻഡ് ദ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ടേം. ഫൈൻഡ് ദ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ടേം. അതിനർത്ഥം എക്സ് ഇല്ലാത്ത ടേം ഇതിലാരാണ്? നമുക്കറിയാം TR+1 എന്ന് പറഞ്ഞാൽ 12CR x raised to 24 minus 3R into y raised to R ആണ്. Find the independent of x ടേം എന്ന് പറഞ്ഞാൽ x ഇല്ലാത്ത ടേം. x ഇല്ലാതെ വരണമെങ്കിൽ ഈ ഭാഗം എന്തായി മാറണം? 0 ആയി മാറണം. അപ്പോൾ 24 minus 3R ആരാവണം? 0 ആവണം. അപ്പോൾ 3R ആരാവണം? 24 ആവണം. അപ്പോൾ R ആരാവണം? 24 by 3 is equal to 8 ആവണം. Put R equal to 8. Therefore, T8 plus 1 is equal to 12C8 x raised to 24 minus 3 into 8 into y raised to 8 equal to 12C8 x raised to 0 y raised to 8. ഇത് പോയി. Therefore, independent of x term എന്ന് പറഞ്ഞാൽ 12C8 y raised to 8 ആയിരിക്കും ഉണ്ടാവുക. Okay. Next problem. Consider x by 3 plus 9y whole raised to 10. x by 3 plus 9y whole raised to 10. ഇത് എത്ര ടേംസ് ഉണ്ടാവും? 11 ടേംസ് ഉണ്ടാവും. ഇതിന്റെ ജനറൽ ടേം കാണാൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? tr plus 1 is equal to ncr a raised to n minus r b raised to r equal to 10cr a എന്ന് പറഞ്ഞാൽ x by 3 raised to 10 minus r into b എന്ന് പറഞ്ഞാൽ 9y raised to r equal to 10cr x raised to 10 minus r by 3 raised to 10 minus r into 9 raised to r into y raised to r equal to കോൺസ്റ്റൻസ് മൊത്തം ആദ്യം എഴുതുമ്പോൾ ഈ 9r നെ ഏറ്റവും പുറമെ എഴുതുക. 9r into 10cr by 3 raised to 10 minus r into x raised to 10 minus r into y raised to r. ഇനി ഇവർ ചോദിക്കുകയാണ് ഫൈൻഡ് ദി T3 ചോദിച്ചാൽ ഫൈൻഡ് ദി തേർഡ് ടേം. അപ്പോൾ T3 ചോദിച്ചാൽ T2 plus 1 കാണണം. T2 plus 1 എന്ന് പറയുമ്പോൾ r ന് പകരം 2 കൊടുക്കുമ്പോൾ 9 raised to 2 into 10c2 by 3 raised to 10 minus 2 into x raised to 10 minus 2 into y raised to equal to 9 square into 10c2 by 3 raised to 8 into x raised to 8 y square. ഇതേ ചോദ്യം ഇങ്ങനെ ആയിരുന്നുവെങ്കിലോ? ഫൈൻഡ് മിഡിൽ ടേം. ഫൈൻഡ് മിഡിൽ ടേം ആയിരുന്നുവെങ്കിൽ
ഇവിടെ n സ്ഥാനത്ത് 10 ഉള്ളത്. therefore tn by 2 plus 1 equal to t5 plus 1 equal to t6 ആണ്. ഇങ്ങനെ തന്നെ വേണ്ടത്. ഇനി t6 ആക്കി മാറ്റണ്ട, കാരണം നമുക്ക് ഈ ഒരു +1 ഫോർമാറ്റ് തന്നെ വരണം. ഇവിടെ n സ്ഥാനത്ത് 5 വെക്കുമ്പോൾ അതും കിട്ടിക്കോളും. ഇങ്ങനെയാണ് ഈ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. എക്സാമിന് ചോദിക്കുകയാണ്, find the eighth term of root 2 plus root 3 whole raised to 7. ഈ ചോദ്യം ഒരുപാട് മെത്തേഡ് ചെയ്യാം. നിങ്ങൾ ചോദിക്കട്ടെ, a plus b whole ക്യൂബിന്റെ ഫസ്റ്റ് ടേം എന്താ? a ക്യൂബ് പ്ലസ് 3a സ്ക്വയർ b പ്ലസ് 3ab സ്ക്വയർ പ്ലസ് b ക്യൂബ്. ഫസ്റ്റ് ടേം ഇത് t1, ഇത് t4. ഇത് ക്യൂബ് ആയപ്പോട്ടോ 1 4. ഇനി a plus b whole സ്ക്വയർ നോക്കാം. a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. ഇത് t1, t2, t3. 2 ആയപ്പോൾ 1 ഉം 3 ഉം, 3 ആയപ്പോൾ 1 ഉം 4 ഉം. 1 എന്തായാലും ഒപ്പം ഉണ്ടാവും, 3ന്റെ കൂടെ 1 കൂട്ടിയാൽ 4. 1 എന്തായാലും ഉണ്ടാവും, 2 കൂടെ 1 കൂട്ടിയപ്പോൾ 3. ഓക്കെ, ശരിയല്ലേ? ഫസ്റ്റ് ടേം a സ്ക്വയറും ലാസ്റ്റ് ടേം b സ്ക്വയറും ആയിരിക്കും ഉണ്ടാവും. ഇതിൽ എത്ര ടേംസ് ഉണ്ടാവും? റൂട്ട് 2 പ്ലസ് റൂട്ട് 3 ഹോൾ റൈസ് 7. മൊത്തം 8 ടേം ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ടേം ആരായിരിക്കും? റൂട്ട് 2 റൈസ് ടു 7 ആയിരിക്കും. അതിൽ ലാസ്റ്റ് ടേം ആയിട്ടുള്ള t8, ഇവിടെ 7 ആകുമ്പോൾ 8 ടേം ഉണ്ടാവുമല്ലോ. t8 ആരായിരിക്കും? റൂട്ട് 3 റൈസ് ടു 7 ആയിരിക്കും ഉണ്ടാവുക. എത്ര മതി? t1 ഈക്വൽ ടു റൂട്ട് 2 റൈസ് ടു 7, t8 is equal to റൂട്ട് 3 റൈസ് ടു 7. അത് ഫസ്റ്റ് ടേം എപ്പോഴും a ക്യൂബും ലാസ്റ്റ് ടേം എപ്പോഴും b ക്യൂബും. ഇവിടെ ആകുമ്പോൾ ഫസ്റ്റ് ടേം a സ്ക്വയറും ലാസ്റ്റ് ടേം b സ്ക്വയറും. അങ്ങനെ ആകുമ്പോൾ ഫസ്റ്റ് ടേം റൂട്ട് 2 റൈസ് ടു 7 ഉം ലാസ്റ്റ് ടേം റൂട്ട് 3 റൈസ് ടു 7 ആയിരിക്കും ഉണ്ടാവുക. ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ t8 is equal to റൂട്ട് 3 റൈസ് ടു 7. ഒന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിലോ റൂട്ട് 2 പ്ലസ് റൂട്ട് 3 റൈസ് ടു 7 അല്ലേ, നമുക്ക് t8 അല്ലേ കാണുന്നുണ്ട്. t8 എന്ന് പറഞ്ഞാൽ t7 പ്ലസ് 1 അല്ലേ. t7 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ncr, ഇവിടെ 7 ആട്ടോ. ശരിക്കും ആദ്യം നമുക്ക് tr പ്ലസ് 1 കാണാം. tr plus 1 is equal to ncr a raised to n minus r b raised to r equal to 7cr root 2 raised to 7 minus r into root 3 raised to r. അതാണ് tr plus 1. അങ്ങനെയാകുമ്പോൾ നമുക്ക് t8 ലെ കാണുന്നുണ്ട്. t8 പറഞ്ഞാൽ t7 plus 1 equal to 7c7 root 2 raised to 7 minus 0, sorry 7 minus 7 into root 3 raised to 7. That is equal to 7c7. 7c7 എന്ന് പറഞ്ഞാൽ 1 ആ. root 2 raised to 7 minus 0 0. root 2 raised to 0 എന്ന് പറയുമ്പോൾ 1 into root 3 raised to 7. നമുക്ക് ആൻസർ കിട്ടി, equal to root 3 raised to 7. ഓക്കെ, ഇതുപോലെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. Next problem. Consider a plus 2 whole raised to 50. Consider a plus 2 whole raised to 50. Find the value of a. Find the value of a if 17th and 18th term of this expansion are equal. ഇതിലെ 17ാമത്തെയും നമുക്ക് a plus 2 ആക്കണ്ട, നമുക്ക് ചോദ്യം 2 plus a ആക്കി മാറ്റാം. അങ്ങനെയാണ് എക്സാം ചോദിക്കുക, ടെക്സ്റ്റ് ബുക്കിലുള്ളത്. 2 plus a whole raised to 50. Find the value of a if 17th and 18th term are equal. These expansions are equal. ആദ്യം നമുക്ക് tr plus 1 കാണാം. ആരാ tr plus 1? tr plus 1 എന്ന് പറഞ്ഞാൽ ncr a raised to n minus r into b raised to r ആണ്. That is equal to 50cr. a ന്റെ സ്ഥാനത്ത് 2 ആണുള്ളത്. 2 into 50 minus r into b ന്റെ സ്ഥാനത്ത് a ആണുള്ളത്. a raised to r. ഇതാണ് നമ്മളെ tr plus 1. ഇവർ പറയുന്നു 17ാമത്തെയും 18ാമത്തെയും ടേം ഈക്വൽ ആണെന്ന്.
അങ്ങനെയാകുമ്പോൾ എന്താ T17? T17 is equal to T18 എന്ന് പറയുമ്പോൾ T16 plus 1 equal to T18 എന്ന് പറയുമ്പോൾ 17 plus 1. ആര് T16 plus 1? ഇവിടെ നോക്ക്, T16 plus 1 ആവുമ്പോൾ T16 plus 1 R is equal to 16. 50C16 2 raised to 50 minus 16 into a raised to 16 equal to 50C17 T17 plus 1. ഇവിടെ ആറിന്റെ സ്ഥാനത്ത് 7 ആണല്ലോ, 17 ആണത്. 50C17 2 raised to 50 minus 17 into a raised to 17. Okay, that is equal to 50C16 2 raised to 34 into a raised to 16 equal to 50C17 2 raised to 33 into a raised to 17. നമുക്ക് a-നെ ഈ ഭാഗത്ത് കൊണ്ടുവരാം, ബാക്കിയുള്ള എല്ലാത്തിനും ഈ ഭാഗത്ത് കൊണ്ടുവരാം. അപ്പോൾ 50C16 divided by into 2 raised to 34 divided by 50C17 into 2 raised to 33 equal to a raised to 17 by a raised to 16 ആവും. അത് വൃത്തിയാക്കി എഴുതുമ്പോൾ that is implies 50C60 എന്ന് പറയുമ്പോൾ 50 factorial divided by 16 factorial into 15 minus 16 34 factorial 2 raised to 33 ഉം 2 raised to 34 ഉം പൊട്ടിക്കളയുമ്പോൾ ബാക്കി 2 ഉണ്ടാവും into 2 divided by 50C70 എന്ന് പറയുമ്പോൾ 50 factorial by 17 factorial into 15 minus 17 33 factorial equal to a raised to ഈ a raised to 17 by a raised 16 എന്ന് പറയുമ്പോൾ ബാക്കി ഒരു a ഉണ്ടാവും. ഓക്കെ, ഇനി ഇത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ a equal to 50 factorial by 16 factorial into 34 factorial ഈ 2 ഏറ്റവും മോൾക്ക് പോയി 2, ഇത് റെസിപ്രോക്കൽ മേലേക്ക് പോകുമ്പോൾ into 17 factorial into 33 factorial whole divided by 50 factorial. ഇതും ഇപ്പൊ തന്നെ വെട്ടിപ്പോയി. ഇനി ബാക്കി ചെയ്യേണ്ടത് 2നെ പുറത്ത് എഴുതി 2 into ഈ 17 factorialനെ 16 factorial ഫോർമാറ്റിൽ എഴുതുമ്പോൾ എന്തായി മാറും? 16 factorial into 17 ആവുമായിരുന്നു. ഈ 16 factorial 16 factorial വെട്ടിപ്പോയി, ബാക്കി ഒരു 17 ഉണ്ടാവും. അതേപോലെ ഈ 34 factorialഉം ഇവിടെ 33 factorial ഉണ്ട്. ഈ 34 factorialനെ 33 factorialന്റെ ഫോർമാറ്റിൽ എഴുതുമ്പോൾ 33 factorial into 34 എന്നുണ്ടാവും. ഇതും വെട്ടിപ്പോയി, ബാക്കി താഴെ ഒരു 33 ഉണ്ടാവും. 33 equal to a എന്ന് കിട്ടും. Therefore a equal to 2 into 17 33 അല്ല 34 എന്ന് കിട്ടും. 2 into 17 34 by 34 ഡിവൈഡ് ചെയ്യുമ്പോൾ that is equal to 1. Therefore a equal to 1. Okay, പ്രോബ്ലം നോക്ക്. 2 plus a whole raised to 15. Find the value of a if 17th and 18th term of this expansion are equal. അപ്പോൾ ആദ്യം നമ്മൾ TR plus 1 കണ്ടു. TR plus 1 കണ്ടിട്ട് നമ്മൾ T17 equal to T18 ആണല്ലോ. അപ്പോൾ T16 plus 1 equal to T17 plus 1 എഴുതി. എന്നിട്ട് R-ന് 16 ഉം അതേപോലെ റൈറ്റ് സൈഡിൽ R-ന് 17 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. ഓക്കെ, a equal to 1 എന്ന് കിട്ടി. ഇനി അടുത്തൊരു പ്രോബ്ലം. പ്രോബ്ലം നോക്കൂ. കൺസിഡർ 3x square minus 1 by 3x whole raised to 9. നമുക്ക് വേണ്ടത് ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. Find the coefficient of x raised to 6. ഫസ്റ്റ് പ്രോബ്ലം, find the coefficient of x raised to 6. നമുക്ക് ആദ്യം അതൊന്ന് കാണാം. Find the coefficient of x raised to 6. രണ്ടാമത്തെ find the term independent of x. Independent of x. ഇത് രണ്ടുമാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് ആദ്യം ഇതിന്റെ TR plus 1 കാണാം.
എന്താ അതിന് tr+1 ncr a raised to n minus സോറി ഇവിടെ വേറെ കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസും മൈനസും ഉണ്ട്. അപ്പോ tr+1 equal to -1 raised to r ncr a raised to n minus r b raised to r equal to -1 raised to r into 9cr 3x square raised to 9 minus r into 1 by 3x raised to r. That is equal to -1 raised to r 9cr 3 raised to 9 minus r into x square raised to 9 minus r into 1 raised to r by 3 raised to r x raised to r. നോക്ക്, that is equal to -1 raised to r into 9cr 3 raised to 9 minus r into a raised to x raised to a raised to m into whole raised to എന്ന് പറയുമ്പോൾ a raised to m എന്നാവും. അപ്പോൾ x raised to 18 minus 2r എന്നാവും. into 1 raised to r എന്ന് പറഞ്ഞാൽ 1 തന്നെ, 1 divided by 3 raised to r into x raised to r എന്നായി. ഇനി x എല്ലാം ഒരു ഭാഗത്തേക്ക് കോൺസ്റ്റൻസ് ഒക്കെ ആദ്യം എഴുതി വെക്കുമ്പോൾ അപ്പോ -1 raised to r into 9cr 3 raised to 9 minus r by 3 raised to r into x raised to 18 minus 2r by x raised to r. അഥവാ കോൺസ്റ്റൻസ് മൊത്തം ഒരു സൈഡിലേക്ക് എഴുതി, x എല്ലാം ഒരു സൈഡിലേക്ക് എഴുതി. That is equal to -1 raised to r 9cr 3 a raised to m divided by a raised to n എന്ന് പറയുമ്പോൾ a raised to m minus n, a raised to m divided by a raised to n, a raised to m minus x raised to m divided by x raised to n, x raised to m minus n. That is equal to -1 raised to r 9cr 3 raised to 9 minus 2r 3 raised to 9 minus 2r 3 raised to 9 minus 2r into x raised to 18 minus 3r. ഇത്രയും ആയിട്ടുണ്ട് ആണല്ലോ. ഇത് വേറെ കുഴപ്പങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ചോദ്യം നോക്കൂ, ഫൈൻഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് x raised to 6. നമുക്കിതിൽ x raised to 6ന്റെ കോഎഫിഷ്യന്റ് കാണണം. ഇവിടെ x raised to 6 എന്ന് വരണമെങ്കിൽ 18 minus 3r ആരാവണം? 6 ആവണം. അപ്പോൾ 18 minus 6 equal to 3r ആവണം. അപ്പോൾ 12 equal to 3r ആവണം. r is equal to 12 by 3 equal to 4 ആവണം. r is equal to 4 ആവണം. r 4 ആവുമ്പോൾ ഇതെന്ത് സംഭവിക്കുക? r 4 ആവുമ്പോൾ t4 plus 1 equal to, നോക്കൂ, tr plus 1 equal to ഇതാണ്, tr plus 1 equal to ഇതാണല്ലോ. അപ്പോൾ t4 plus 1 equal to എന്തായിട്ട് മാറും? -1 raised to 4 9c4 3 raised to 9 minus 2 into 4 x raised to 18 minus 3 into 4. That is equal to -1 raised to 4 പോസിറ്റീവ് ആയി പോയി, ബാക്കി 9c4 into 1 ആയില്ലേ, 3 raised to 1 into x raised to 6. That is equal to 9c4 into 3 into x raised to 6. Therefore, the coefficient of x raised to 6 is 9c4 into 3. 9c4 into 3. ഇനി ഇതിലെ അടുത്ത ചോദ്യം ഫൈൻഡ് ദി ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ടേം എന്നാണ്. ഫൈൻഡ് ദി ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ടേം ആവുമ്പോൾ ഇതാണ് tr+1. tr+1 നോക്കൂ, ഇതാണ് tr+1. tr+1 ഇതാവുമ്പോൾ നോക്കൂ, ഇതാണ് tr+1. ഈ tr+1ൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് പറയുമ്പോൾ എക്സ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ 18 minus 3r ആരാവണം? ഇത് ഈക്വൽ ടു 0 ആവണം. അപ്പൊ 3r is equal to 18 ആവണം. r is equal to 18 by 3 equal 6 ആവണം. അപ്പൊ അതിൽ r equal 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. r equal 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. r equal 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ t6 plus 1 equal to -1 raised to 6 9c6 3 raised to 9 minus 2 into 6 x raised to 18 minus 3 into 6 equal to 1 into 9c6 3 raised to minus 3 into x raised to 0. That is equal to 9c6 into 3 raised to minus 3. ഇതാണ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ടേം. ഇവിടെ എക്സ് ഇല്ലല്ലോ, ഇല്ല. ദിസ് ഈസ് ദ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ടേം. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
പിന്നെ നിങ്ങൾ സംശയമുള്ളവർക്ക് ടെക്സ്റ്റ് ബുക്ക് ഒന്നും കൂടി വിശദമായി വായിച്ചു നോക്കുക. ഈ ചാപ്റ്റർ താരതമ്യേന സിമ്പിൾ ആയിട്ടുള്ള എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ.